ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഇപ്രകാരം പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ മുൻപിൽ നിൽപ്പാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മാത്യു ജോർജ് അവർകൾ, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന മറ്റ് എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. I greet you all in the matchless name of our Lord and Savior, Jesus Christ. I really consider this a great privilege and honor to be here with all of you to having this fellowship. ഞാൻ മലയാളവും സ്വല്പം ഇംഗ്ലീഷൂടെ ചേർത്ത് പറയാം, മിക്സ് ചെയ്ത് പറയാം. ഓക്കെ, I will do it both in bilingual. Okay, I got time, 45 minutes I have in front of me. Let me take that. Actually, I do preach in Hindi language. ഞാൻ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്, പ്രീച്ച് ചെയ്യുന്നത് മോസ്റ്റ്ലി, ബിക്കോസ് മൈ മിനിസ്ട്രി ഈസ് ഇൻ മധ്യപ്രദേശ്, ഭോപ്പാൽ, ദ heart of India, we can say. Yeah, heart of India is മധ്യപ്രദേശ്. അപ്പോൾ അവിടെ ഏതാണ്ട് 720 churches are there. That all are in the remote villages, in the areas of remote villagesലാണ്. അപ്പോൾ അവിടുത്തെ വിശ്വാസികളെന്ന് പറയുന്നതെല്ലാം ഗ്രാമീണരാണ്, ഓൾ ആർ. അപ്പോൾ അവരുടെ ഇടയിലാണ് ശുശ്രൂഷിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് വലിയ സ്റ്റാൻഡേർഡൊന്നുമില്ല, വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളാണ് ഞങ്ങൾ. ഇവിടെ കോട്ടൊക്കെ മോന ഇടിയിപ്പിച്ചത് കൊണ്ടുവന്നത്. സോ ഞങ്ങളുടെ ഫാഷനൊന്നുമില്ല, ഞങ്ങൾക്ക് പാഷനുണ്ട്, ഫാഷനില്ല. വി ഹാവ് എ പാഷൻ ബട്ട് വി ഡോണ്ട് ഹാവ് ഫാഷൻ. So let me go to a word of God, today's meditation. Let us go to Romans chapter 8 verses 32. Romans 8-ാം അധ്യായം 32-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 32. ആരെങ്കിലും ഒന്ന് വായിച്ചു തരാമോ? Amen. He who did not spare his own son, but delivered him over for us all, how will he not also with him freely give us all things? അതോടുകൂടി അവനോടുകൂടി സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ റോമ ലേഖന 8-ാം അധ്യായം വളരെ ഗഹനമായ, when you study in a theological aspect, വളരെ അർത്ഥവത്തായ ഒരു റോമാലേഖനം. പൊതുവെ വളരെ അർത്ഥവത്താണ്. അതിൽ പ്രത്യേകിച്ച് പർട്ടിക്കുലർലി 8-ാം അധ്യായം എന്ന് പറയുന്നത്, ഞാൻ ആ ഭാഗത്തേക്ക് വിസ്തരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം സമയം ഒരുപാട് പോകും. ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, പിതാവായ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ അത് നമുക്ക് വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. എന്തിനു വേണ്ടിയാണ് ഏൽപ്പിച്ചു തന്നത്? നമുക്കറിയാം, നാം നരകത്തിൽ പോകാതെ സ്വർഗരാജ്യത്തിൽ അഥവാ എറ്റേണൽ ലൈഫിൽ നമുക്ക് എത്തപ്പെടേണ്ടതിന് വേറെ യാതൊരു മാർഗവും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആദ്യജാതൻ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും
അത് നമ്മളോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ പിതാവിന് യേശു ആരാണ്? ഏകജാതനാണ്. ഏകജാതൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. അപ്പോൾ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? യേശുക്രിസ്തു, പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നതിൻ്റെ പ്രധാനമായ ഉദ്ദേശം നമുക്കറിയാം. നമ്മെ പിതാവ്, അഥവാ അതിൻ്റെ മുന്നിലത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അതിൻ്റെ 29ാമത്തെ വാക്യം, അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. പ്രീഡിസ്റ്റൈൻഡ്, നമ്മളെ മുൻ നിയമിച്ചിരിക്കുകയാണ്. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ലോകസ്ഥാപനത്തിന് മുൻപേ പിതാവായ ദൈവം ക്രിസ്തുവിൽ നമ്മെ മുൻ നിയമിച്ചു, തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുൻപേ. നമ്മളൊക്കെ ഇവിടെ അവിചാരിതമായിട്ട് കടന്നു വന്നവരല്ല. ദൈവഭാഗത്ത് നമുക്ക് തോന്നും നമ്മളൊക്കെ പലവിധമായ വിഷയങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ആരൊക്കെയോ വന്ന് പ്രാർത്ഥിച്ചു, ആരൊക്കെയോ നമ്മളോട് സുവിശേഷം അറിയിച്ചു. അങ്ങനെയൊക്കെ നമ്മൾ ഈ ഭാഗത്തേക്ക് കടന്നു വന്നു. അത് മുഖാന്തരമായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാനും നിങ്ങളും ലോകസ്ഥാപനത്തിന് മുൻപേ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. ആ ലോകസ്ഥാപനത്തിന് മുൻപേ പിതാവിൻ്റെ തിരുഹൃദയത്തിൽ ഞാനുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒന്നും അവിചാരിതമായിട്ട് സംഭവിക്കുന്നില്ല. ഇന്ന് രാവിലെ പ്രിയ പാസ്റ്ററുടെ അനുജൻ്റെ സഭയിലാണ് ശുശ്രൂഷിച്ചത്. അവിടെ ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, സെഖരിയ പ്രവചനത്തിൽ ഒരു കഴുതയെക്കുറിച്ച് പ്രവചനമുണ്ട്. ഇതാ നിന്റെ രാജാവ് ജയശാലിയായി ബലശാലിയായി കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു. ഈ ഭാഗം മത്തായിയുടെ സുവിശേഷത്തിൽ, അഥവാ സുവിശേഷ ഭാഗങ്ങളിൽ, യേശുക്രിസ്തു ഹോശാന ഞായറാഴ്ച ദിവസം കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നതിൻ്റെ ഭാഗം അവിടെ വായിപ്പാനിടയായി. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: ബത്ഗഫയിൽ വന്നപ്പോൾ എതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുക, അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതയെ കാണും, അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അഴിച്ചു കൊണ്ടുവരണം. ആരെങ്കിലും എന്തിനെന്ന് ചോദിച്ചാൽ പറയണം, അതിന് കർത്താവിന് അതിനെ ആവശ്യമുണ്ട്. അങ്ങനെ പറയുമ്പോൾ അതിനെ അഴിച്ചു തരുമെന്നാണ് പറഞ്ഞത്. ദൈവവേദലേ, ഈ കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുതയ്ക്ക് അറിഞ്ഞുകൂടാ 550 വർഷങ്ങൾക്ക് മുൻപ് ഈ കഴുതയെക്കുറിച്ച് ഒരു പ്രവചനമുണ്ടത് ഈ കഴുതയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും അത് അവിചാരിതമായി സംഭവിക്കുന്നില്ല. ദൈവപൈതലേ, ഇതെല്ലാം മുൻനിർണയപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് അത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അവിടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുത, പ്രിസർവ്ഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. നോബഡി ഹാസ് എവർ യൂസ്ഡ് ദാറ്റ് ഡോങ്കി. ആരും കഴുതിയിട്ടില്ലാത്ത ഈ കഴുതയെ ആരും ഉപയോഗിക്കാതെ അങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ ഈ ഉടമസ്ഥൻ്റെ അത് തലയ്ക്കകത്ത് ആരായിരിക്കും അത് ചെയ്തത്, നിയന്ത്രിച്ചത്? ആ കാലഘട്ടങ്ങളിൽ ഒരു കഴുതയൊക്കെ പറഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന, നമ്മുടെയൊക്കെ നാട്ടിലെ ട്രക്ക് പോലെയാ, പിക്കപ്പ് പോലെയാ. റെന്റിന് കൊടുത്താൽ കാശ് കിട്ടും. ചുമട് ചുമക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാഹന മൃഗമാണ് കഴുത. എന്നാൽ അതിനെ ആർക്കും ഉപയോഗിപ്പാൻ കൊടുക്കാത്ത വിധത്തിൽ അതിനെ പ്രിസർവ് ചെയ്ത് വെക്കുവാൻ തമ്പുരാൻ അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിൽ, ദൈവപൈതലേ, നിന്നെ പിശാചിന് വിട്ടുകൊടുക്കാതെ, ഹല്ലേലൂയ, ദുഷ്ടമൃഗത്തിന് വിട്ടുകൊടുക്കാതെ, രോഗങ്ങൾക്ക്, അതേ മരണത്തിന് വിട്ടുകൊടുക്കാതെ നിങ്ങളെ പ്രിസർവ് ചെയ്ത് വെച്ച ആ കർത്താവിന് കരമുയർത്തി ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. Oh, thank you, Jesus. Praise the Lord.
അതെ, ആ ദൈവത്തിൻ്റെ മുൻപിലാ ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ആമേൻ. തമ്പുരാന് ഉപയോഗിക്കുവാൻ വേണ്ടി നമ്മെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെ ഈ ആലയത്തിൽ നമ്മളെ കൊണ്ടുവന്ന് കർത്താവിൻ്റെ ദാസനെ ഇവിടെ അതേ അധ്യക്ഷ പദവിയിലാക്കി നമ്മയൊക്കെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ ഇരുന്ന് ജസ്റ്റ് കൈകൊട്ടി പാടി പ്രാർത്ഥിച്ചു പോകാൻ വേണ്ടി മാത്രമല്ല. യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? അതെ, ഞാൻ യേശുവിന് എന്നെ ആവശ്യമുണ്ട്. ഞാൻ യേശുവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിക്കഴിഞ്ഞാൽ കഴുതയുടെ അനുഭവം അങ്ങ് മാറും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആളുകൾ അതെ കുരുത്തോലകൾ വെട്ടി വിതറുകയാണ്, തുണികളൊക്കെ വിരിച്ചിടുകയാണ്. കഴുത പോകുന്നിടത്തെല്ലാം ആളുകൾ രണ്ട് സൈഡിൽ നിന്ന് ഹോശാന ഹോശാന എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഴുതയ്ക്ക് ഒരു പുതിയ അനുഭവമായതല്ലേ? ഇറ്റ്സ് എ ന്യൂ ഹല്ലേലൂയ, പുതിയ അനുഭവം. ആമേൻ. കഴുത വിചാരിച്ചോണം, ഇത് കഴുതയ്ക്കല്ല, കഴുതയുടെ പുറത്തിരിക്കുന്ന പല കഴുതകൾക്കും ഇത് മനസ്സിലാകത്തില്ല. പല കഴുതകൾക്കും മനസ്സിലാകാത്ത എന്താ? കഴുതയുടെ പുറത്ത് നാഥനിരിപ്പമുണ്ട്. ഹല്ലേലൂയ. നിനക്ക് റെസ്പെക്റ്റ് ലഭിക്കുന്നുവെങ്കിൽ, നിനക്ക് ബഹുമാനം ലഭിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിനക്ക് നന്മ ലഭിക്കുന്നുവെങ്കിൽ അത് നിന്റെ ഗുണമല്ല, നിന്നോടുകൂടെ ഉള്ള ഒരു നാഥനുണ്ട്. അവൻ മുഖാന്തരമാണ്. അതുകൊണ്ട് we have to be humble always. നാം താഴ്ന്നു കൊടുക്കണം. എനിക്കിതൊക്കെ ലഭിക്കാൻ കാരണം, എനിക്കൊരു വയസ്സ് കൂടെ നീട്ടിക്കിട്ടുവാൻ കാരണം, എൻ്റെ മാരേജ് ആനിവേഴ്സറി ഒരു വർഷം കൂടെ നീട്ടി തന്നതിന്, എനിക്ക് കുഞ്ഞുങ്ങളെ തന്നതിന്, ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല. എൻ്റെ കർത്താവിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. We have to be humble before the presence of Lord. ദൈവ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ എപ്പോഴും നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് ആരാധനയ്ക്ക് വേണ്ട പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതൊക്കെ നല്ലതാ, ഇതൊക്കെ നല്ലതാ, പക്ഷെ ഇതല്ല ദൈവം നിങ്ങളുടെ ഹൃദയത്തിലെ മനോഭാവമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നീ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, യേശുവേ എന്ന് വിളിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ നന്ദിയുള്ള ഒരു ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് താഴ്മയോടെ ഇതിന് ഞാൻ യോഗ്യനല്ല, എങ്കിലും നിന്റെ ദയയാണ്, നിന്റെ കൃപയാണ് എന്ന് പറഞ്ഞ് നീ നിലവിളിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അത്യന്തമായി വീണ്ടും പകരപ്പെടുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, അവനോടുകൂടെ ഇതൊക്കെയും നമുക്ക് നൽകാതിരിക്കുമോ? നമ്മുടെ ദൈവം, our God is much concerned of very little tiny things in our life. വളരെ ചെറിയ കാര്യത്തിൽ വരെ നമ്മുടെ ദൈവം വലിയ കൺസേണാണ്. Let us go to another verse, Luke chapter 12, verse 6 and 7. ഒന്നെടുത്ത് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ആ ആ എണ്ണിയിരിക്കുന്നു. ആമേൻ. അല്ലേ? ഇവിടെ യേശു പറഞ്ഞ ഒരു കാര്യമാണ്. 2 കാശിന് 5 സ്പാരോസിനെ വിൽക്കുന്നുണ്ട്. വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് 1 കാശിന് 2 സ്പാരോ.
2 കാശ് കൊടുത്താൽ 5 സ്പാരോ. നമ്മുടെ ഇവിടെയൊക്കെ അത് സെയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ അല്ലേ? 1 എടുത്താൽ ബൈ 1 ഗെറ്റ് 1 ഫ്രീ. അതൊക്കെ ഇപ്പോൾ തുടങ്ങിയതാ. പക്ഷേ ഇത് അന്നേ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കാലത്ത് യെരൂശലേം ദേവാലയത്തിലെ കച്ചവടത്തിൻ്റെ ബിസിനസ്സിൻ്റെ ട്രിക്കാണ് അത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴാണ് നമ്മുടെ ആളുകൾക്കൊക്കെ മനസ്സിലായി വന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ 5ാമത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കുരുകിലിനെ പോലും ആര് മറക്കുന്നില്ല? എൻ്റെ തമ്പുരാൻ മറക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതിന് ശേഷം പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ തലയിലെ മുടി പോലും അവൻ എണ്ണിയിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ തലയിൽ എത്ര മുടിയുണ്ട് എനിക്കറിഞ്ഞൂടാ. പാസ്റ്ററുടെ മുടി പോലും എണ്ണാൻ ബുദ്ധിമുട്ടാണ്. വലുതായിട്ടില്ല, എന്നാലും ബുദ്ധിമുട്ടാണ് എണ്ണാൻ. ആർക്കെങ്കിലും ഒന്ന് എണ്ണി പറയാമോ? അപ്പുറം ഇരിക്കുന്ന ബ്രദർ ഒന്ന് എണ്ണിയാട്ടെ. ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട് ടു കൗണ്ട് അവർ ഹെയർസ്. നമുക്ക് എണ്ണാനൊക്കത്തില്ല. എന്നാൽ എൻ്റെ കർത്താവ് അത് എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. Can you say amen? Hallelujah. ഒരു ഹല്ലേലൂയ ഒന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എൻ്റെ തലയിലെ മുടിനാരിഴ പോലും എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലാ ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ആമേൻ. ഹല്ലേലൂയ. കുരുകിലിനേക്കാൾ നാം എങ്ങനെയുള്ളവരാണ്? നാം വിശേഷതയുള്ളവരാ, സവിശേഷതയുള്ളവരാ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരോടുള്ള ബന്ധത്തിൽ ദൈവത്തിനൊരു പ്രത്യേക കൃപയാ, പ്രത്യേക സ്നേഹമാണ് മനുഷ്യനോട്. നമ്മൾ വിചാരിക്കും യേശുക്രിസ്തു ക്രിസ്ത്യാനിയുടെ ദൈവമാ. ഇല്ല, യേശുക്രിസ്തു ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും രക്ഷകനാ. സകല മനുഷ്യരുടെയും രക്ഷകനാ. പിതാവായ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഈ ലോകത്തിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല. മുഴുലോകവും പാപത്തിൻ്റെ അധീനതയിൽ കിടന്നപ്പോൾ വിടുവിക്കുവാൻ ഒരു മാർഗവും ഇല്ലാതിരുന്നപ്പോൾ അവൻ തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് പിതാവ് അയച്ചത് ഈ ലോകത്തിലെ സകല മനുഷ്യരെയും ഓർത്ത. വിശ്വസിച്ചാൽ രക്ഷപ്പെടും, വിശ്വസിച്ചില്ലെങ്കിൽ ശിക്ഷാവിധിയിൽ അകപ്പെടും. അത്രയേ ഉള്ളൂ. നമ്മൾ വിശ്വസിച്ചു, രക്ഷപ്പെട്ടു. വിശ്വസിക്കുന്നില്ലെങ്കിൽ ശിക്ഷാവിധിയിൽ അകപ്പെടും. അതാണ് കർത്താവിൻ്റെ ആ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്, നമുക്ക് ഈ ദൂതന്മാർ പാപം ചെയ്തായിരുന്നല്ലേ? ദൂതന്മാർ പാപം ചെയ്തു. അത് 1-2 കൂട്ടരുണ്ടെന്നാണ് പറയുന്നത്, പല കൂട്ടരുണ്ട്. എന്നാൽ നമുക്ക് മുമ്പേ പാപം ചെയ്ത ഒരു കൂട്ടരുണ്ട്, ലൂസിഫറും കൂട്ടരും, അല്ലേ? അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പദ്ധതി തമ്പുരാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെന്നേ. ഇതുവരെ അവർക്ക് വേണ്ടിയാ ഈ പാപം ചെയ്ത, നിഗളിച്ച് പാപം ചെയ്ത ദൂതന്മാരെ അത് ലാസ്റ്റിൽ ഇടാൻ വേണ്ടിയാ ഈ അഗ്നി കൊണ്ട്, എന്താ പറയുന്നേ, ഈ നരകമുണ്ടാക്കിയിരിക്കുന്ന തീ, എന്താ പറയുന്നേ, ആക്കിച്ചീൽ, എന്താ അതുണ്ടാക്കിയിരിക്കുന്നത് ഈ ലൂസിഫറിനെയും കൂട്ടരെ ഇടാനാ. പക്ഷെ ലൂസിഫറും കൂട്ടരും വിചാരിക്കുന്ന, ഞാൻ ഒറ്റയ്ക്ക് പോകത്തില്ല, എന്തുവായാലും ഈ തമ്പുരാൻ അവൻ്റെ സാദൃശ്യത്തിലും അവൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ച കുറേ പേരെ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, അവന്മാരെ കൂടെ കഴിയുമെങ്കിൽ കൊണ്ടുപോയി എന്നോട് കൂടെ അവിടെ കിടത്തട്ടെ. അവൻ്റെ ഒരു വാശിയാണ്. തമ്പുരാൻ പറഞ്ഞു, എന്നാ നിന്റെ വാശി ഒന്ന് തീർത്തിട്ടേ ഉള്ളൂ, ഞാൻ എൻ്റെ പുത്രനെ അയക്കാൻ പോകുകയാണ്. I am going to send out my own son, my begotten son. Hallelujah. ആ പാപത്തിൻ്റെ പരിഹാരമായി കാൽവരി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കി
ഹല്ലേലൂയ. തൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തി ആ പാപപരിഹാര ബലിയിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് നരകത്തിൽ പോകാതെ നിത്യജീവനിലേക്ക് കടപ്പാൻ പിതാവായ ദൈവം ഒരു വഴിയൊരുക്കി. ആമേൻ. യേശു ക്രിസ്തുവിലൂടെ ഒരു വഴിയൊരുക്കി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇനി മരണത്തെ ഭയപ്പെടേണ്ട. വി ഡോണ്ട് ഹാവ് ടു ഫിയർ ഓഫ് ഡെത്ത്. ഓ ചുമ്മാ പറ പാസ്റ്റർ, എനിക്ക് ഡയബറ്റിക്കാ, ഒരു ഗുളിക കഴിക്കുന്നുണ്ട്. ചാകാതിരിക്കാനല്ല, കുറച്ച് നാളൂടെ ജീവിച്ചിരിക്കണം. കാരണം കുറേ കൂടെ ഒക്കെ ചെയ്തെടുക്കാനുണ്ടെന്നേ. ഇപ്പം എനിക്ക് 66 വയസ്സായി. ഇനി കണക്കും പ്രകാരം ഒരു 4 വർഷം കൂടെ 70 കർത്താവ് പറഞ്ഞേക്കുന്നത് അല്ലേ? 70 ഏറെ ആയാൽ 80 മാത്രം. എക്സ്റ്റെൻഡ് ചെയ്താൽ ഒരു 80 വയസ്സ്. പക്ഷെ ഒത്തിരി ഇനി ഓടാനുണ്ടെന്നേ, ഒരുപാട് ഓടാനുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. കാരണം അങ്ങ് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധി, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല ദാസനെ, നല്ല ദാസിയെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിന് നിന്നെ വിചാരകനാക്കുമെന്ന് പറഞ്ഞ് പ്രശംസാ കിരീടം പ്രാപിക്കണം. അല്ലാതെ മരണത്തെ പേടിച്ചല്ല. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ കഴിക്കും? നമ്മുടെ നിത്യത എവിടെ കഴിക്കും? സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ളവർ ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാവോ? സംശയമുള്ളവരാരും കൈപൊക്കണ്ട. സംശയമില്ലാത്തവരെല്ലാം ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങളൊന്നും ഇപ്പം മരിക്കത്തില്ലെന്നേ. കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. കർത്താവിന് നിങ്ങളെ പ്രയോജനപ്പെടുത്തണം. ഈ പട്ടണത്തിൽ നിങ്ങളിലൂടെ തമ്പുരാന് ചില കാര്യങ്ങളൊക്കെ ചെയ്തെടുപ്പാൻ പദ്ധതിയുണ്ട്. അത് പൂർത്തീകരിച്ചിട്ടേ നിങ്ങളെ ഈ ദേശത്തു നിന്ന് മാറ്റത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി നാം പ്രയോജനപ്പെടുന്നു എന്ന് കണ്ടാൽ തമ്പുരാൻ എന്തു ചെയ്യും? ഞാൻ സൗദി അറേബ്യയിൽ 14 വർഷത്തോളം സുവിശേഷ വേല ചെയ്തു. അന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രതികൂലമാണ്. ഇവിടെ സൗദിയിൽ നിന്ന് വന്ന ആരെങ്കിലും ഇരിപ്പുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആരുമില്ല. അവിടുത്തെ ആരാധനയൊക്കെ 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ ആരാധിച്ചതുപോലെ അണ്ടർഗ്രൗണ്ട് ചർച്ച. അപ്പം ഒരിക്കൽ എന്നോട് ഒരാൾ ചോദിച്ചു, അതെങ്ങനെയാ പാസ്റ്ററെ, നിങ്ങൾ കുഴി കുഴിച്ച് അതിനകത്തിരുന്നാണോ ആരാധിച്ചതെന്ന്? അണ്ടർഗ്രൗണ്ട് ചർച്ച എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ ഒരു ആളാ ചോദിച്ചത് എന്നോട്. അപ്പോൾ ആ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽപ്പെടാതെ രഹസ്യമായി കൂടി വന്ന് ആരാധിക്കുന്ന ആ ആരാധനയുടെ മധ്യത്തിൽ പ്രൈസ് ദി ലോർഡ് ദൈവപൈതലേ, അവിടെ ഒരു സഹോദരൻ വന്നു, യാക്കോബ സഭയിൽ നിന്ന്. അത് മദ്യപാനിയ, സകല വെറിക്കൂത്തുമുണ്ട്, ക്യാമ്പിൽ താമസിക്കുക. ക്യാമ്പിൽ പോയി സുവിശേഷം അറിയിച്ചു, ബൈബിൾ ക്ലാസ് എടുത്തു. രഹസ്യമാണ്, ആരും അറിയാൻ പാടില്ല. അങ്ങനെ ആരാധനയ്ക്ക് കടന്നു വന്നു, രക്ഷയുടെ അനുഭവത്തിൽ വന്നു, സ്നാനപ്പെടുത്തി. ഞാൻ സ്നാനപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ തനിക്ക് അന്ന് ഏതാണ്ട് അവിടുത്തെ 500 റിയാലാണ് ഉള്ളത് ശമ്പളം. അദ്ദേഹം അതിൻ്റെ ദശാംശം കൊണ്ടുവന്ന് തരും. ഞാൻ ദശാംശം എനിക്ക് വേണ്ടി ഉപയോഗിക്കത്തില്ല, കർത്താവിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അന്നും ഇന്നും. അങ്ങനെ കൊണ്ടുവന്നു. ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ 500 ദിറാമിൽ നിന്ന് പുള്ളിയുടെ സാലറി 2000 ദിറാമിലേക്ക് അങ്ങ് മാറി. അപ്പം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, പക്ഷേ 50 ദിറാം തരാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു, ഇപ്പം 200 ദിറാമൊക്കെ. ദശാംശം. പ്രൈസല്ലോ. 6 മാസം കഴിഞ്ഞപ്പോൾ ജോലി അങ്ങ് പോയി. കരഞ്ഞുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞ തമ്പുരാന് പ്രയോജനപ്പെട്ടാൽ നിന്നെ ഇവിടെ നിർത്തും. ആമേൻ.
വിസ തീർന്നാലും വിസ അടുപ്പിച്ചിവിടെ നിർത്തുവന്നേ. ആമേൻ. കാര്യം എന്താ? എൻ്റെ ദൈവത്തിന് അറിയാം, യവനെ ഇവിടെ നിർത്തിയാൽ എനിക്ക് നാമമഹത്വത്തിന് വേണ്ടി യവൻ പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പട്ടണത്തിൽ അവനെ നിർത്തും. ആമേൻ. ആ മനുഷ്യന് പ്രാർത്ഥിച്ചു, തീരുമാനമെടുത്തു. ഈ ദശാംശം എന്ന് പറയുന്നത് പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥയാണ് കേട്ടോ. പുതിയ നിയമത്തിൽ ദശാംശം കൊടുപ്പാൻ വ്യവസ്ഥയില്ല. അതുകൊണ്ട് നാളെ ആരും ദശാംശം കൊണ്ടുവരരുത് എന്നല്ല. ദശാംശത്തെക്കാൾ കവിഞ്ഞിരിക്കണം. പരീശന്മാരുടെ നീതിയെ എന്ത് ചെയ്യണം? കവിയണം. പരീശന്മാർ ചതുകപ്പ, ജീരകം ഇതിലെല്ലാം ദശാംശം കൊടുക്കുന്നു. അവരുടെ നീതിയേക്കാൾ നിങ്ങളുടെ നീതി അപ്പം 10% അതിലപ്പുറം എന്ന് പറഞ്ഞാൽ കഴിയുമെങ്കിൽ കർത്താവിന് വേണ്ടി മനസ്സോടെ, അതായത് അളക്കാതെ കൊടുക്കണം. അളന്നു കൊടുക്കുന്നവന് എങ്ങനെയാ കിട്ടാൻ പോന്നെ? അളന്ന് കിട്ടും. അളക്കാതെ കൊടുത്താൽ അളവ് കൂടാതെ കിട്ടും. ഉദാഹരണം ഞങ്ങളുടെ അബ്രഹാം അപ്പച്ചനാ. 3 ദൈവവും 2 ദൂതന്മാരുടെ പാളയത്തിൽ വന്നു. അകത്ത് മറിയാമ്മ സാറാമ്മച്ചിയോട് പറഞ്ഞു, എടീ സാറാമ്മേ, 3 പേര് വന്നിട്ടുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഓരോരുത്തർക്കും ഓരോ ഇടം കഴി ഗോതമ്പെടുത്ത നീ റൊട്ടി ഉണ്ടാക്കി 3 പേർക്ക് കൊടുക്കുക. എന്നിട്ട് അകത്തോട്ട് കയറി ഒരു നല്ല കാളക്കുട്ടി എടുത്ത് അറുത്തവർക്ക് വേവിച്ചങ്ങോട്ട് കൊടുത്തു. അവർ തിന്ന് തൃപ്തരായി, അതെ അനുഗ്രഹിച്ചു. അടുത്ത വർഷം ഈ സമയത്ത് നിനക്കൊരു ആൺകുഞ്ഞുണ്ടാകും, വാഗ്ദത്ത നിവൃത്തി. എന്നിട്ട് 430 വർഷം കഴിഞ്ഞ് അബ്രഹാം അപ്പച്ചൻ്റെ സന്തതികൾ മരുഭൂമിയിലൂടെ കടന്നു വരുമ്പോൾ അവരോട് പറഞ്ഞ് എന്താണെന്നറിയാമോ? ഓരോരുത്തനും ഓരോ ഇടം കഴിയേ പിറക്കാവുള്ളു. എന്തോ പിറക്കണ്ടേ? മന്ന. സ്വർഗത്തിൽ നിന്ന് മന്ന ഇങ്ങനെ വർഷിപ്പിച്ചു കൊടുക്കുക. പക്ഷെ അളവ് കൊടുത്തു. എത്ര പിറക്കണം? അധികം പിറക്കിയാൽ പുഴുത്തു പോകും. അപ്പോൾ അളന്ന് കൊടുത്താൽ, ഹലോ എല്ലാവരും ഉണ്ടോ എൻ്റെ അടുത്ത്? വേദപുസ്തകത്തിലെ കാര്യമാണ് ഞാനീ പറയുന്നത്. പക്ഷേ മാംസം അവൻ്റെ മൂക്കിൽ കൂടെ ഇറങ്ങത്തക്കവണ്ണോ തിന്നേന്നാ പറഞ്ഞത് അല്ലേ? അത് അളക്കാതെ കൊടുത്തു. അതുകൊണ്ട് പറിച്ച് കാടപ്പക്ഷി ഇങ്ങനെ പാറിക്ക് വെടുത്ത് തിന്ന് അവൻ്റെ മൂക്കിൽ കൂടെ ഇറക്കത്തക്ക നിലയിൽ തിന്നാനിടയിൽ അളക്കാതെ കൊടുത്തത് അളക്കാതെ തിരികെ കൊടുക്കുന്ന ദൈവമാണ്. ദൈവപൈതലേ, നീ അളന്നു കൊടുത്താൽ അവൻ അളന്നു നിനക്ക് തരും. അതുകൊണ്ട് തമ്പുരാന് വേണ്ടി കൊടുക്കുമ്പോൾ കണക്കൊന്നും വെക്കാൻ പാടില്ല. അത് സമയമാകട്ടെ. ചിലർ പറയും 24 മണിക്കൂറിൻ്റെ 2.5%. ഇത്ര 2 മണിക്കൂർ 40 മിനിറ്റ് കൊടുക്കണം. ഇല്ല ദൈവവേദന, നിനക്ക് ആവോളം കർത്താവിന് വേണ്ടി ചെലവിട് സമയം. ഹല്ലേലൂയ. അരമണിക്കൂർ 10 മിനിറ്റ്, അരമണിക്കൂർ ആരാധന നീണ്ടുപോയാൽ പിറുപിറുക്കണ്ട, വാച്ചെ നോക്കണ്ട. അതിന് പകരം നിനക്ക് അളക്കാതെ തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. അതുകൊണ്ട് അത്യാവശ്യത്തിന് പോകരുതെന്നല്ല, ഡ്യൂട്ടി ടൈമേത്ത് ഇറങ്ങി പോകരുതെന്നല്ല, എന്നാൽ പിറുപിറുപ്പ് കൂടാതെ ആരാധനയിൽ സംബന്ധിക്കുന്ന ദൈവ പൈതലേ, നിന്റെ തലമുറയുടെ മേൽ അവൻ അളവ് കൂടാതെ അനുഗ്രഹങ്ങളെ പകരുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിൽ കണക്കൊന്നും വെക്കരുത്. അത് കൊടുക്കുന്നതിലും ചെലവിടുന്നതിലും സമയമാകട്ടെ, പൈസ ആകട്ടെ, നിന്റെ ആരോഗ്യമാകട്ടെ, നിനക്കുള്ള സകലതും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. കാരണം ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല, ഇതെല്ലാം അവൻ്റെ ദാനമാ. സകലതും തമ്പുരാൻ്റെ ദാനമാ. ഭാര്യ കർത്താവിൻ്റെ ദാനമാ. ഭാര്യയെ ലഭിക്കുന്നവന് നന്മ ലഭിക്കുന്നു, അവന് ദൈവത്തിൽ നിന്ന് പ്രസാദം ലഭിച്ചു. മക്കള്, സമ്പത്ത്, ഹല്ലേലൂയ, എവരിതിങ് ഈസ് ഹല്ലേലൂയ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാ. അങ്ങനെയാണെങ്കിൽ ദാതാവിന് അതിൽ നിന്ന് എപ്പം കൊടുക്കുവാൻ എന്തിനാ മടിക്കുന്നതാ? ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് കടന്നു വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ ഏറ്റവും ചെറിയ വിഷയത്തിൽ വരെ അത് ശ്രദ്ധാലുവായ ദൈവമാണ്. ഇവിടെ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. എലീശയുടെ ഒരു ശിഷ്യൻ, എലീശ പഴയ നിയമ പ്രവാചകനാണ്. എലീശയെ ശിഷ്യന്മാർ പറഞ്ഞു, നമ്മുടെ സ്ഥലമൊക്കെ ഇടുങ്ങിയിരിക്കുക, അതുകൊണ്ട് നമുക്കിതൊന്ന് വിശാലപ്പെടുത്തണം, അല്ലേ? ഇടുക്കമുള്ളതൊന്ന് വിശാലതയിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ മരം മുറിച്ച് കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ താമസ സൗകര്യം ഒന്ന് ശരിയാക്കണം. അങ്ങനെ ശിഷ്യന്മാരെല്ലാവരും കൂടെ കോടാലിയൊക്കെ എടുത്ത് മരം മുറിക്കാൻ പോയി. അങ്ങനെ എലീശയോട് പറഞ്ഞു, പ്ലീസ് ഗുരു, സ്വാമി ആബി ആജാവ്, യു പ്ലീസ് കം വിത്ത് അലോങ് വിത്ത് അസ്. എവിടെ പോയാലും ഗുരുവിനെ കൊണ്ടുപോകുന്നത് നല്ലതാണ് കേട്ടോ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, കടയിൽ സാധനം മേടിക്കാൻ പോയാലും പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങാവുള്ളൂ. തൊട്ടപ്പുറത്താണെങ്കിലും ദൈവവേല ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരണമേ എന്ന് വിളിച്ചിട്ടേ പോകാവുള്ളൂ. ഹല്ലേലൂയ. എപ്പോഴും പ്രാർത്ഥിച്ചിറങ്ങുക, പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. കുഞ്ഞുങ്ങളെ രാവിലെ സ്കൂളിൽ വിടുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച ദൈവസാന്നിധ്യം, ദൈവമേ ഇവരോട് കൂടെ പോകണമേ എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് വിട്ടു നോക്കിയാട്ടെ. ആമേൻ. ഇവിടെ ശിഷ്യന്മാർ പറഞ്ഞു, ഹലോ എലീശായെ അങ്ങുകൂടെ ഞങ്ങളുടെ കൂടെ വരണം, മരം ഒന്നും മുറിക്കേണ്ട, ഞാൻ നിന്നാ മതി എന്ന് പറഞ്ഞു. പ്രയോജനമായി കേട്ടോ. മരം മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തൻ്റെ കോടാലി, ദ ആക്സ് ഹെഡ്, അത് വെള്ളത്തിൽ വീണു പോയെന്നേ. ഈ മനുഷ്യൻ അവിടെ നിന്നൊരു നിലവിളി, അയ്യോ യജമാനനെ, കോടാലി വെള്ളത്തിൽ പോയി. അതിൻ്റെ കാര്യം കരയാൻ കാരണം എന്താണെന്നറിയോ? അവൻ്റെ സ്വന്തമല്ല, ഇത് ആരുടെ വകയായിരുന്നു? വായ്പ വാങ്ങിയതായിരുന്നു. വായ്പ. ഇറ്റ് വാസ് ബോറോഡ്. അല്ലല്ലോ, നമ്മുടെ കയ്യിലുള്ളതെല്ലാം ബോറോ ചെയ്തത്. നമ്മുടെ സ്വന്തം എന്തെങ്കിലും ഉണ്ടോ? എവരിത്തിങ് ഈസ് ബോറോഡ് ഫ്രം അവർ ഫാദർ ഇൻ ഹെവൻ. ഒന്നും എൻ്റെ സ്വന്തമല്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയാൽ നിലവിളിച്ചോണം, രോഗം വന്നാൽ നിലവിളിച്ചോണം, പ്രശ്നം വന്നാൽ നിലവിളിച്ചോണം. കാരണം ഇത് തന്നവൻ്റെ അടുക്കൽ അവന് മാത്രമേ ഇതിന് പരിഹാരം വരുത്താൻ കഴിയുകയുള്ളൂ. യജമാനനേ, ഈ കോടാലിക്ക് എത്ര, ഇരുമ്പ് കോടാലിക്ക് എത്ര വിലയുണ്ട്? ആ വിലയല്ല അവിടുത്തെ പ്രശ്നം. അവൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന ആ തേങ്ങലാണ് അതിന് പരിഹാരമായി വന്നത്. ദൈവപൈതലേ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ഒന്നും ഏക്കാത്തത് എന്താണെന്നറിയാമോ? നമ്മുടെ വിചാരം നിരാഹാരം കിടന്ന ദൈവം അങ്ങ് പ്രവർത്തിക്കുമെന്ന. നീ ആ 100 ദിവസം ഉപവസിച്ചാലും ചിലപ്പോൾ നടക്കത്തില്ല, നിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നില്ലെങ്കിൽ. ഹൃദയം ദൈവസന്നിധിയിൽ ക്രമീകരിക്കപ്പെട്ട ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാത്തിടത്തോളം കാലം എത്ര പട്ടിണി കിടന്നാലും ഒരു കാര്യവുമില്ല. ദൈവപൈതലേ, ആഴങ്ങളിൽ നിന്നുള്ള നിലവിളി, അല്ലെങ്കിൽ ആവശ്യബോധത്തോടുള്ള ആ പ്രാർത്ഥന, അത് ഇവിടെ നിൽക്കത്തില്ല, അതങ്ങ് സ്വർഗത്തോളം എത്തുന്ന പ്രാർത്ഥനയാണ്. അതിന് മറുപടി തരാതിരിപ്പാൻ എൻ്റെ കർത്താവിന് കഴിയുകയില്ല. കാരണം ഞാനും നിങ്ങളും അവൻ്റെ മക്കളാ. അപ്പനോടാ ചോദിക്കുന്നത്, അപ്പനോടാ നിലവിളിക്കുന്നതാ. പ്രൈസില. ഉപവസിക്കണമെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചോ, പക്ഷേ മാനസിക നിലവാരം ആവശ്യബോധത്തോടെ ദൈവസന്നിധി ക്രമീകരിക്കപ്പെട്ട നിലവിളിക്കുമ്പോൾ ആ നിലവിളി സ്വർഗത്തിൽ നിന്ന് കേൾക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഈ തലയിലെ മുടി വീണാൽ അതും എൻ്റെ തമ്പുരാൻ അറിയാതെ വീഴത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. സഹോദരിമാർ, പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ എപ്പോഴും തല ചെയ്യുമ്പോൾ പറയും, മുടിയെല്ലാം പോവാ ചായ. എൻ്റെ വീട്ടിലല്ല, എല്ലാ വീട്ടിലും കേൾക്കാവുന്ന ഒരു ശബ്ദമാണിത്.
നമ്മുടെയൊക്കെ മുടി പോയാലും അവർക്കൊരു പ്രശ്നമൊന്നുമില്ല. അവരുടെ 2 മുടി ജീപ്പയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലേ? എല്ലാവർക്കും ഇവിടെ ഉണ്ടല്ലോ. എന്നോട് ഭർത്താവിനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്ന തമ്പുരാനോട് പറയണം. ഹല്ലേലൂയാ. ഒരു റെമഡി ഞാൻ പറയുക മുടി കൊഴിച്ചിലിന്. അതിന് എന്താ നാട്ടിലൊക്കെ ഒത്തിരി തൈലമുണ്ട്, പേരൊന്നും അറിഞ്ഞുകൂടാ. അതൊന്നും മേടിച്ച് പുരട്ടിയിട്ടൊന്നും കാര്യമില്ലെന്നേ. ഇതുവരെ പുരട്ടി തലമുടി വിളിച്ച ഒരു ചരിത്രവും ഈ ലോകത്തിലില്ല. പിന്നെ ആരോട് പറയണം? എണ്ണി തിട്ടപ്പെടുത്തിയ തമ്പുരാനോട് നിലവിളിക്ക്, എൻ്റെ മുടിയെല്ലാം പോകുകയാ കർത്താവേ, ഇതിൽ നിന്ന് ഇനി കൊഴിയാത്ത വിധത്തിൽ. ഇന്ന് മുതൽ തുടങ്ങിക്കോ. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ നിങ്ങൾ സാക്ഷ്യം പറഞ്ഞാൽ മതി. ആമീൻ. വളരെ സിമ്പിളാണ്, കേൾക്കുമ്പോൾ വളരെ രസം തോന്നും, പക്ഷേ ഇത് സീരിയസ് മാറ്ററാ. തമ്പുരാൻ നമ്മുടെ ചെറിയ വിഷയത്തിൽ വരെ വളരെ കൺസേണാണ് കേട്ടോ. നിസാരമെന്ന് നമുക്ക് തോന്നുന്ന ചെറിയ കാര്യത്തിൽ വരെ എൻ്റെ ദൈവം ശ്രദ്ധാലുവാണെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അത് ഓർമ്മിപ്പിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ഞാൻ എൻ്റെ സമയം കഴിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് പിന്നെ ഏലിയാവിന് അപ്പം കൊടുത്ത വിധവ, സരാഫാത്തിലെ വിധവ, യേശു ഒരിക്കൽ ചോദിച്ചു, അവിടെ ഒരുപാട് വിധവമാരുണ്ടായിരുന്നു, പക്ഷേ ഏലിയാവിനെ ഈ സരാഫത്തിലെ വിധവയുടെ അടുക്കലേക്ക് മാത്രം എന്താ അയച്ചെന്നൊരു ചോദ്യം ഏലി ചോദിച്ചു. ഇതുവരെ അതിന് ഉത്തരം ആരും പറഞ്ഞിട്ടില്ല. അവൾ മരിക്കാനിരിക്കുക, ഇത് ഞുള്ളിപ്പറക്കി തിന്നിട്ട് ഞാനും എൻ്റെ ബാലനൂടെ ഇത് തിന്നിട്ട് എന്തിനു ഇരിക്കുകയാണ്? മരിക്കാനിരിക്കുക. മറ്റുള്ളവരൊക്കെ വേറെ എലുങ്കാണ്ടൊക്കെ കടം പോയിരിക്കാൻ പോയിരിക്കുക. ഇവിടെ ലാസ്റ്റ് റൊട്ടി ഞുള്ളിപ്പറക്കി കഴിച്ചിട്ട് മരിക്കാനിരിക്കുക. പക്ഷേ ഇവളൊരു ഭക്തയായ സ്ത്രീയായിരുന്നു. ദൈവപുരുഷനെ കണ്ടാൽ തിരിച്ചറിയുമായിരുന്നു കേട്ടോ. ദൈവദാസന്മാർ പറഞ്ഞ അതുപോലെ അനുസരിക്കുന്ന ഒരു വിധവയായിരുന്നു. ഏലിയാവ് ചെന്ന് പറഞ്ഞു, എനിക്കൊരു അട ഉണ്ടാക്കി തരണം, ഗോതമ്പപ്പം ഉണ്ടാക്കി തരണമെന്നാണ് പറഞ്ഞ യജമാനന് കലത്തിലൊരല്പം മാവ്, അത് ചുട്ട് തിന്നിട്ട് മരിക്കാനിരിക്കുക, അതിന് 2 ചുള്ളി പറക്കാനാണ് ഞങ്ങൾ വന്നത്. പറഞ്ഞു, നീ പോയി ആദ്യം ഒരെണ്ണം എനിക്കുണ്ടാക്കിക്കൊണ്ടുവരാം, പിന്നെ നീയും നിന്റെ മകനും. ഹല്ലേലൂയ. ആ കൂടെ ഒരെണ്ണേ ഉള്ളൂ, ഒന്ന് എനിക്ക് കൊണ്ടുവരാൻ, പിന്നെ നീയും. എന്താ അവിടെ അടുത്തോട്ട് അയച്ചതിൻ്റെ കാര്യം അറിയാമോ? ദൈവപുരുഷൻ പറഞ്ഞത് അതുപോലെ നടക്കുമെന്ന് അവൾ വിശ്വസിച്ചത് കൊണ്ടാ ഏലിയാവിനെ അവളുടെ അടുക്കലേക്ക് മാത്രം അയച്ചത്. വിശ്വസിക്കുന്ന ദൈവമക്കളെയാണ് എൻ്റെ കർത്താവിന് ആവശ്യം. ഹല്ലേലൂയ. വെറുതെ കേൾക്കുന്നവരെയല്ല, കേട്ട് വിശ്വസിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. ആമേൻ. ഹല്ലേലൂയ. 3.5 വർഷം മഴ പെയ്യുന്നത് വരെ കലത്തിലെ മാവ് കുറഞ്ഞില്ല, അവളുടെ ഭരണിയിലെ എണ്ണ തീർന്നു പോയില്ല. ദൈവവൈതലേ, ഒരു അടയ്ക്ക് വേണ്ടി തിന്ന് മരിക്കാനിരുന്നവളുടെ അടുക്കലേക്ക് എൻ്റെ തമ്പുരാൻ്റെ ശക്തിയുടെ വ്യാപാരം ആ കലത്തിനുള്ളിൽ വ്യാപരിച്ചെങ്കിൽ, ആ എണ്ണയിൽ വ്യാപരിച്ചെങ്കിൽ, ദൈവവൈതലേ, ഞാനും നിങ്ങളും യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ അതേ ആവശ്യങ്ങളുടെ മേൽ അവൻ്റെ ശക്തി ഇറങ്ങാതിരിക്കുമോ? നിശ്ചയമായും ഇറങ്ങും. ഹല്ലേലൂയ. നിസ്സാര വിഷയത്തിന്മേലും ദൈവശക്തിയുടെ വ്യാപാരം തിരിച്ചറിയുവാൻ ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് കരം ഉയർത്തി ഹല്ലേലൂയ ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ബിലീവ് ഇൻ ഹല്ലേലൂയ, ഹല്ലേലൂയ ഇൻ ഹിസ് വേർഡ്സ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അടുത്ത ഭാഗം 1-2 കാര്യം മാത്രം ടച്ച് ചെയ്തിട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ യോസഫിന് 17 വയസ്സാ.
തൻ്റെ സഹോദരന്മാരെ കാണാൻ പോകുമ്പോൾ. പക്ഷെ ചെറുപ്രായത്തിൽ തന്നെ അവന് ചില ദർശനങ്ങളൊക്കെ കൊടുത്തു. പ്രധാനമായിട്ടും 2 സ്വപ്നമാണ് കൊടുത്തത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവനെ നമസ്കരിക്കും. അവൻ്റെ കറ്റയെ മറ്റ് കറ്റകളെല്ലാം നമസ്കരിക്കുന്നു. അപ്പം വരെ ദേഷ്യപ്പെട്ടു. എന്തോന്നാടാ നീ പറയുന്നത്? ഞാൻ നിൻ്റെ അമ്മയൊക്കെ നിന്നെ നമസ്കരിക്കുമെന്നോ? പ്രൈസ് ദി ലോർഡ്. അപ്പം വിശ്വസിച്ചില്ലേലും, അമ്മ വിശ്വസിച്ചില്ലേലും, സഹോദരന്മാർ വിശ്വസിച്ചില്ലേലും, സ്വപ്നം കണ്ട യോസഫിന് ആ സ്വപ്നം മറക്കാൻ പറ്റിയില്ല. ദൈവ പൈതലേ, തടവറയിലായിരുന്നപ്പോഴും അടിമവേല ചെയ്തപ്പോഴും അവൻ്റെ ഉള്ളിൽ ഈ ദർശനം ഇങ്ങനെ തികട്ടി വരികയാ. ദൈവം തന്ന ദർശനത്തിനൊരു പൂർത്തീകരണം ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള ആ പ്രത്യാശയിൽ അവൻ ഈ കഷ്ടതയൊക്കെ സഹിക്കുകയാ. നിങ്ങളോട് ദൈവത്തിൻ്റെ ഒരു ആലോചന ഏതെങ്കിലും ദൈവദാസന്മാരിലൂടെ സ്വപ്നത്തിലൂടെ വചനം വായിക്കുമ്പോൾ വാഗ്ദത്തങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം അത് പൂർത്തീകരിപ്പാൻ വിശ്വസ്തനാണ്. കാലങ്ങൾ കഴിഞ്ഞു പോയാലും 17-ാമത്തെ വയസ്സിൽ അത് കഷ്ടത തുടങ്ങി. 13 വർഷം വിവിധ സ്ഥലങ്ങളിലൂടെ, വിവിധ പരീക്ഷകളിലൂടെ, കഷ്ടതകളിലൂടെ കടന്നുപോയ യോസഫ് 30-ാമത്തെ വയസ്സിൽ ദൈവവൈതലേ ഫറവോന്റെ മുൻപിൽ നിന്നു. ആമേൻ. ബാക്കി കാര്യം നിങ്ങൾക്കറിയാം. ആദ്യം കറ്റയെല്ലാം വന്ന് നമസ്കരിച്ചു. സഹോദരന്മാരെല്ലാം വന്ന് വീണ് നമസ്കരിച്ചു. അവസാനം വന്നേ സൂര്യനും ചന്ദ്രനും എല്ലാം. ആമേൻ, ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു? എന്നോടുള്ള പ്രവചനത്തിന്റെ നിവർത്തികൾ ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവം അത് പൂർത്തീകരണത്തിലേക്ക് വരുത്തും. അത് ഞാൻ വിശ്വസിക്കുകയാണ്. ആമേൻ. ദൈവം വിശ്വസ്തനാ. വാക്ക് പറഞ്ഞാൽ മാറാത്തവനാ. അവൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടുവെങ്കിലും അതേ ഉവ്വ് ഉവ്വ് എന്ന് മാത്രമാണ്. സകലത്തിന്മേലും നമ്മെക്കാട്ടിൽ, നമ്മുടെ അപ്പനമ്മമാരെക്കാട്ടിൽ, നമ്മുടെ സഹോദരന്മാരെക്കാട്ടിൽ ഏറ്റവും ശ്രദ്ധാലുവായ ഒരു സ്വർഗീയ പിതാവ് എനിക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നാം കർത്താവിന് വിലയേറിയവരാ. കാരണം നമ്മെ വീണ്ടെടുത്തത് വിലയേറിയ രക്തം കൊണ്ടാ. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. ഒരു വിലപിടിപ്പുള്ള സാധനം നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയായിരിക്കും സൂക്ഷിച്ചു വെക്കുന്നത്? ഹല്ലേലൂയ. ദൈവം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അതിൻ്റെ ഡസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് മാറ്റി പിന്നെയും ഒന്ന് വെച്ച് അതിനെ മനോഹരമായിട്ടൊന്ന് നോക്കി ആ ഗുഡ് എന്ന് പറയാത്ത എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? അങ്ങനെയാണെങ്കിൽ വിലയേറിയ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവ പൈതലേ, നിന്നെ തമ്പുരാൻ വളരെ ശ്രദ്ധയോടെയാണ് നിന്നെ കൊണ്ടു നടക്കുന്നത്. ആമേൻ. അത് വീണ് തകർന്നു പോകുവാൻ, ഇല്ലാതായി തീരുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനെതിരായി ശത്രു ശക്തമായി പ്രവർത്തിച്ചോട്ടെ. എന്നാൽ തമ്പുരാന്റെ കയ്യിൽ നിന്ന് ആർക്കും നിന്നെ പിടിച്ചു പറിപ്പാൻ കഴിയാത്ത വിധത്തിൽ നീ അവന്റെ കരങ്ങളിൽ സുരക്ഷിതയാണ്, സുരക്ഷിതനാണ്. ആവശ്യങ്ങളൊക്കെ സ്തോത്രത്തോടെ അറിയിച്ചാൽ മതി. ആമേൻ. ഞാൻ നിർത്താൻ പോകുകയാ. നമ്മുടെ കർത്താവ്, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്കൊരു പക്ഷേ ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ ശ്രദ്ധിക്കാത്ത പലതും തമ്പുരാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നേ. നമ്മൾ പറയുന്ന നിസ്സാരവാക്കിന് പോലും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതുവരെ സന്തോഷമായിരുന്നു. തമ്പുരാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് ശ്രദ്ധിക്കുന്നുണ്ട്? എന്ത് ശ്രദ്ധിക്കുന്നുണ്ട്? അതുകൊണ്ട് ആ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം, ഭയത്തോടെ കഴിക്കണം.
തെറ്റ് കണ്ടാൽ ശിക്ഷിക്കാത്ത അപ്പന്മാരുണ്ടോ? ഇവിടെ നിയമമുണ്ട്, പിള്ളേരെ അടിക്കരുത്, പിള്ളേരെ ഒന്നും ചെയ്യരുത്. പക്ഷേ പിള്ളേരെ അടിക്കാത്ത എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? സ്നേഹിക്കുന്നവനാണെങ്കിൽ രണ്ട് കൊട്ട് അധികം ഒന്നുമില്ല, ഒന്ന് വിരട്ടിയെങ്കിലും ചെയ്യത്തില്ല. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. നിസാര വാക്കിന് പോലും കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു. നമ്മുടെ നടപ്പ് എഫേസ്യ ലേഖനത്തിൽ, കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ജാതികൾ നടക്കുന്നത് പോലെ നിങ്ങൾ നടക്കരുത്. ക്രമീകരിക്കേണ്ടതൊക്കെ ക്രമീകരിച്ചോണം. അപ്പന് ഇഷ്ടമല്ല കേട്ടോ, എൻ്റെ അപ്പനിതൊന്നും ഇഷ്ടമല്ലെന്നാ. അപ്പന് ഇഷ്ടമില്ലാത്തതൊന്നും നമുക്ക് വേണ്ടാന്നേ. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാൽ, ന്യായവിധിക്ക് യോഗ്യനാകും മൂഢ എന്ന് പറഞ്ഞാലോ, നമ്മൾ പിള്ളേരെ തന്നെ എന്തെല്ലാമാണ് വിളിക്കുന്നത്? കഴുത, കോഴി, പട്ടി. കൂട്ടു സഹോദരന് അവനൊരു, പാസ്റ്റർമാരാ കൂടുതൽ പറയുന്നത്, ഈ പാസ്റ്ററല്ല. പ്രൈസ് ദി ലോർഡ്. ന്യായവിധിക്ക് യോഗ്യനാകും, അഗ്നി നരകത്തിന് യോഗ്യനാകും. തമ്പുരാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഒരു വാക്യം ഞാൻ വായിച്ചിട്ട് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുക. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം. പെട്ടെന്നെടുത്ത് വായിച്ചാട്ടെ. ആരെങ്കിലും എടുത്തോ? ഹല്ലേലൂയ. അക്കോർഡിംഗ് ടു യുവർ റിച്ചസ് ഇൻ ഗ്ലോറി. ദൈവത്തിൻ്റെ ധനത്തിനും മഹത്വത്തിനും ഒത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എന്താ തീർത്തു തരുന്നത്? നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരും കേട്ടോ. ദൈവസന്നിധി നാം ഒന്ന് ക്രമീകരിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ബുദ്ധിമുട്ടുകളെല്ലാം അവൻ പൂർണ്ണമായും തീർത്തു. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ തീർത്തു തരുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതെങ്ങനെയാ തീർത്ത? തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം. ആമേൻ. 10 പൈസ എറിഞ്ഞു തരികയല്ല. തമ്പുരാൻ തരുമ്പോ അമർത്തി കുലുക്കി തികയുന്ന ഒരളവിൽ തൻ്റെ മടിയിൽ തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരുന്ന നമ്മുടെ നിസ്സാര കാര്യങ്ങളെ ശ്രദ്ധിക്കുന്ന ദൈവം നമ്മുടെ നിസ്സാരമായ പ്രവൃത്തികളിലും വാക്കുകളിലും അതീവ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ആകയാൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.